കഴിഞ്ഞ ദിവസം ഫിഷ് അമിനോ സ്പ്രേ ചെയ്തത് പ്രധാനമായിട്ടും പച്ചക്കറി ചെടികൾക്കായിരുന്നു. ഇത്തവണ കുറച്ച് മറ്റ് ചെടികൾ. ഈ ചെടിയുടെ പേര് ആർബോവിറ്റ എന്നാണ്. ഇതിൽ കുറേ ഇലയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഇനി ഇതുകൊണ്ട് മെച്ചപ്പെടുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും കുറച്ച് പുരോഗതി ഉണ്ടാവും എന്ന് കരുതട്ടെ. ഇത് പിന്നെ നമ്മുടെ നാടൻ ചെത്തി എന്നും പറയും. ഒരു ചെടിച്ചട്ടിയിൽ ഒരുപാട് ദശാബ്ദങ്ങളായി ശരിക്കും പറഞ്ഞാൽ വളരാൻ തുടങ്ങിയിട്ട് വളർച്ചയൊന്നും തീരെയില്ല. ഇത് താരതമ്യേന പുതിയ ചെടിയാണ്. യൂജീനിയ ലിവർ റെഡ്. യൂജീനിയ 2 ഈ ലിവർ റെഡിൻ്റെ ഇല കുറേയും കൂടെ കടുപ്പ് നിറമാണ്. അതിൻ്റെ സൈഡിലവിടെ ആർബോവിറ്റയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് യൂജീനിയ ലിവർ റെഡ്. നല്ല കടും നിറമുള്ള ഇലയാണെങ്കിലും ഇപ്പോഴൊക്കെ മോശമായിട്ടാണ് നിൽക്കുന്നത്. അപ്പുറത്ത് റോഡ് പണി നടന്നപ്പോൾ ധാരാളം പാറപ്പൊടി പറന്ന് വന്ന് ഇലകൾക്കൊക്കെ ആരോഗ്യം പോയി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. എന്നാലും വലിയ മെച്ചമില്ല. ഇനിയിപ്പോൾ ഫിഷ് അമ്മിനെ കൊടുക്കുമ്പോൾ ഗുണം ഉണ്ടാവുമെന്ന് നോക്കാം. ഇത് പടവല. അതിലൊരു റിങ് പടവലങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പടവലങ്ങിയൊന്നും ഇല്ല. കുറേ കായൽ പൂക്കളുണ്ടായിട്ട് എല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ഇത് പ്രയോഗിച്ച് നോക്കട്ടെ. അവിടെ കറിവേപ്പുണ്ട്. കറിവേപ്പിൻ്റെ ഇലയൊക്കെ മഹാ അബദ്ധമാണ്. ഈ കറിവേപ്പിന് കുറച്ച് ഇലകൾ നല്ലതും കുറച്ച് മോശമുണ്ട്. അപ്പോൾ പടവലത്തിനെയാണ് കാര്യമായിട്ട് ഞാൻ നോക്കുന്നത്. ഇതിപ്പോൾ കോളിഫ്ലവറാണ് താഴെ കണ്ടത്. അപ്പോൾ ഇത് കറിവേപ്പിലേക്ക് ഒന്നുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല ഇലയ്ക്കും ചീത്ത ഇലയ്ക്കും ഒക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. കോളിഫ്ലവറിന് ഇത് കുറേ കാലമായിട്ട് ഞാനൊരു ലെയറിംഗ് ഒക്കെ ചെയ്ത് 2 ചെടിയാക്കി എടുത്തതാണ്. ഇതുവരെ കോളിഫ്ലവർ ഉണ്ടാവാനുള്ള ഭാവമൊന്നും കാണുന്നില്ല. ഇതാണെങ്കിൽ നല്ല തെങ്ങ് പോലെ വളർന്ന് ഉയരത്തിൽ വന്നിട്ടുണ്ട്. കാര്യമൊന്നുമില്ല. അപ്പുറത്ത് കണ്ട ചെറിയ ചെടിയാണ് ലെയർ ചെയ്ത കോളിഫ്ലവർ. അതും ഉഷാറായിട്ട് വളരുന്നൊക്കെ ഉണ്ട്. പക്ഷേ കോളിഫ്ലവർ ഉണ്ടാവാനുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ പച്ചക്കറിത്തോട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ആദ്യം തുടങ്ങിയത് മറ്റു ചെടികളിലാണെങ്കിലും ഇത് മധുരക്കിഴങ്ങാണ്. നല്ലോണം പടർന്നുണ്ട്. പക്ഷേ ഈ പ്രത്യേക മധുരക്കിഴങ്ങിൻ്റെ ഇലകൾക്കൊക്കെ എന്തോ തകരാറുണ്ട്. ഇതാ സ്പ്രേ ബോട്ടിൽ തീരാറായപ്പോൾ അതിൻ്റെ മൂടി ലൂസാക്കിയിട്ട് മൊത്തത്തിൽ കുടയാൻ തുടങ്ങി സ്പ്രേ ചെയ്യണതിന് പകരം. അപ്പോൾ ഏകദേശം 400 ml ഉണ്ടായിരുന്നത് ഒരു 3-4 ml എടുത്തിട്ട് 400 ml ഡൈല്യൂട്ട് ചെയ്തതാണ് കോൺസെൻട്രേറ്റഡ് ഫിഷ് അമിനോ സ്പ്രേ. അപ്പോൾ തീരാനായപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് സ്പ്രേ ചെയ്യുന്നത്. അത് മധുരക്കിഴങ്ങിൻ്റെ ഇലയ്ക്കൊക്കെ എന്തോ തകരാറുണ്ട്. ഈ ചെടിക്ക് മാത്രമേ ഉള്ളൂ ആ തകരാറ്. ബാക്കി ചെടികൾക്ക് അത്ര തകരാറ് കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യം ഇതിന് തന്നെ സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കൂർക്കയാണ് അടിയിൽ കാണുന്നത്. മേലെ കാണുന്നത് വെള്ളരി. വെള്ളരീൻ്റെ മുകളിൽ ഒരു ചെറിയ കായ കാണാം. ഒരു കായയുടെ പൂ കണ്ടില്ലേ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 കായയുടെ പൂ ഉണ്ടായി. 2ഉം കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇതൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ നന്നായിരുന്നു.